ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 128:2 വായിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചും അവൻ്റെ ഭവനത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഒരുവന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമൃദ്ധിയും എങ്ങനെ കണ്ടെത്താനാകുമെന്ന് ഈ സങ്കീർത്തനം നമ്മെ കാണിക്കുന്നു. അനുഗ്രഹം, ഭാഗ്യാവസ്ഥ എന്നൊക്കെയുള്ള വാക്കുകൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടി അനുഭവിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി സംതൃപ്തനാകുവാൻ പഠിക്കുന്നത് ദൈവഭയത്തോട് ജീവിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ്. ദൈവം പരിശുദ്ധനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അർഹമായ ബഹുമാനം നമ്മുടെ കർത്താവിന് കൊടുക്കേണ്ടതാകുന്നു. നമ്മുടെ എല്ലാ ചിന്തകൾക്കും പ്രവൃത്തികൾക്കുമുള്ള ആരംഭ ബിന്ദു കർത്താവായിരിക്കണം. അതായത് പ്രഥമസ്ഥാനം കർത്താവിനായിരിക്കണം. മോശയുടെ മരണശേഷം യോശുവയോട് യഹോവ അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. രാവും പകലും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടാൽ നിന്റെ പ്രവൃത്തി സാധിക്കുമെന്നും നീ കൃതാർത്ഥനായിരിക്കുമെന്നുമാണ്. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവവചനം അനുസരിച്ച് യോശുവ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുകയും ശത്രുക്കളെ ഒന്നൊന്നായി കീഴടക്കി ദേശം കൈവശമാക്കി ഗോത്രങ്ങളെ വിഭാഗിച്ച് നൽകുകയും ചെയ്തു. ദൈവപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവവഴികളിൽ നടന്ന യോശുവയ്ക്ക് തൻ്റെ പ്രയത്നത്തിൽ അനുഗ്രഹം ലഭിച്ചു. നാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തോട് അനുരൂപമായി ജീവിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം പ്രതീക്ഷിക്കാം. ദൈവമില്ലാതെ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിൽ നാം ദയനീയമായി പരാജയപ്പെടും. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്നുള്ള തിരുവചനത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിൽ അധിഷ്ഠിതമാകുന്നു. ദൈവാനുഗ്രഹം ലഭിക്കുന്ന വ്യക്തിക്ക് തനിക്ക് കീഴടങ്ങുന്ന ഭാര്യയും അനുസരിക്കുന്ന മക്കളും ഉണ്ടാകും. ദൈവാനുഗ്രഹം, ദൈവിക സംരക്ഷണം, നന്മ അനുഭവിക്കുവാനുള്ള ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, സമാധാനം എല്ലാം ഒരു ഭക്തന് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയാണ്. വചനമനുസരിച്ച് ദൈവവഴികളിൽ നമുക്ക് യാത്ര ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെ പരിഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.